ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. പ്രകൃതിയുടെ നിയമങ്ങൾ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ഒരു പരമ്പരയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒട്ടേറെ നിയമങ്ങൾ പഠിച്ചു. അതിൽ ഇന്ന് വികാസ നിയമത്തെക്കുറിച്ചും അവയുടെ പ്രതിഭാസങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്? The law of development states that growth matches available vitality and nutrition. വികാസ നിയമവും പ്രതിഭാസങ്ങളും ഒരു ജീവിയുടെ വളർച്ചയും പരിണാമവും അതിന് ലഭിക്കുന്ന ജീവശക്തിക്കും പോഷണത്തിന്റെ ഗുണമേന്മയ്ക്കും ആനുപാതികമായിരിക്കും. ഇതാണ് ജീവന്റെ വികാസ നിയമം. ലഭ്യമായ ജീവശക്തിയുടെയും പോഷണത്തിന്റെയും പരിധിക്കപ്പുറത്തേക്ക് വികാസം സംഭവിക്കില്ലെന്ന് ഈ നിയമം പറയുന്നു. ഈ നിയമപ്രകാരം ആന്തരികമായ കരുത്തിനും പോഷകത്തിനും അനുസൃതമായി ഘടനയും പ്രവർത്തനങ്ങളും ക്രമമായി വികസിക്കുന്നു. ആനുപാതികമായ വളർച്ച, തുടർച്ച, ക്രമബദ്ധമായ പുരോഗതി എന്നിവയാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ. ജീവശക്തി കൂടുതലായിരിക്കുകയും പോഷണം കൃത്യമായി ലഭിക്കുകയും ചെയ്യുമ്പോൾ വികാസം സന്തുലിതമായിരിക്കും. ജീവശക്തി കുറയുമ്പോൾ വളർച്ച മന്ദഗതിയിലാകുകയോ വൈകല്യമുള്ളതാവുകയോ ചെയ്യുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യം മാതാപിതാക്കളുടെ ആരോഗ്യത്തെയും ജീവശക്തിയെയും ആശ്രയിച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ്. സാവധാനത്തിലുള്ള വളർച്ച, അവയവങ്ങളുടെ ബലഹീനത, സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കുറഞ്ഞ ശേഷി എന്നിവ ഈ നിയമത്തിന്റെ പ്രകടനങ്ങളാണ്. ജീവശക്തിയും പോഷണവും മെച്ചപ്പെടുമ്പോൾ വികാസം സന്തുലിതാവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു. ഇതാണ് ജീവന്റെ വികാസ നിയമം എന്ന് പറയുന്നത്. ലഭ്യമായ ചൈതന്യത്തിനും ലഭ്യമായ പോഷണത്തിന്റെ ഗുണമേന്മയ്ക്കും ആനുപാതികമായിരിക്കും ഒരു ജീവിയുടെ വളർച്ചയും പരിണാമവും എന്നതാണ് ഈ നിയമം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ജീവവസ്തുക്കളും ജനിച്ചതിന് ശേഷം വികസിക്കുന്നുണ്ട്. ജനിക്കുമ്പോൾ അതിന്റെ പ്രൈമറി പാറ്റേൺ, പ്രാഥമിക വിന്യാസം ഉൾക്കൊണ്ടുകൊണ്ടാണ് അത് അല്ലെങ്കിൽ ആ ജീവി ഉണ്ടാകുന്നത്. ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിന്റെ ബേസിക് സ്കെലിറ്റൺ, ബേസിക് സ്കിൻ, ബേസിക് ഫ്ലഷ് ഇങ്ങനെയുള്ളതെല്ലാം വെച്ചിട്ടാണ്, ബേസിക് ഓർഗൻസ് എല്ലാം വെച്ചുകൊണ്ടാണ് ആ ജീവി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത്. ആ ബേസിക് സ്ട്രക്ചറിന്റെ മുകളിലേക്ക് ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ജീവിത പരിസരത്ത് നിന്നും സംഭരിക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് പതുക്കെ പതുക്കെ അത് വികസിച്ചു വരുന്നത്. പലപ്പോഴും ഇപ്പോ പ്രത്യുൽപാദന അവയവങ്ങൾ പോലുള്ള പലതും തന്നെ അതിന്റെ പ്രാഗ്രൂപത്തിൽ അത് ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നല്ലാതെ അതിന് ഒരു പ്രവർത്തന ശേഷി പോലും ഉണ്ടാകില്ല ആ ജീവിയുടെ ശരീരത്തിൽ. അത് അതിന്റെ കാലമാകുമ്പോൾ, പാകമാകുമ്പോൾ വികസിച്ചു വരും. അപ്പൊ അങ്ങനെയാണ് വികാസം എന്നുള്ള പ്രക്രിയ ശരീരത്തിൽ നടക്കുന്നത്. പക്ഷെ ആ വികാസത്തെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? അത് ശരീരത്തിന്റെ ജീവശക്തി തന്നെയാണ് ഏറ്റവും ആദ്യമായിട്ട് ഉള്ളത്. ഏറ്റവും ആദ്യമായി ശരീരത്തെ വികസിപ്പിക്കാൻ സഹായിക്കുന്നത് ജീവശക്തിയാണ്. ജീവശക്തി ഉള്ള ഒരു ശരീരം മാത്രമേ വികസിക്കുകയുള്ളൂ. വികസിക്കുക എന്ന് വെച്ചാൽ അത് വളരുക, അതിന്റെ ശരീര വളർച്ച ഉണ്ടാവുക, മാനസിക വളർച്ച ഉണ്ടാവുക, ശാരീരികവും മാനസികമായിട്ടുള്ള പരിണാമം ഉണ്ടാവുക, പാകം വരിക എന്നുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കണമെങ്കിൽ ജീവശക്തി ഉണ്ടായിരിക്കണം. ജീവശക്തിയാണ് ഈ ശരീരത്തെ പരിസരത്ത് നിന്നും കിട്ടുന്ന ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രൂപപ്പെടുത്തി വികസിപ്പിക്കുന്നതും പരിണമിപ്പിക്കുന്നതും. അതങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ശരീരത്തിൽ ലഭിക്കുന്ന പോഷണങ്ങളുണ്ടല്ലോ, ആ പോഷണങ്ങളുടെ ക്വാളിറ്റിക്ക് ആനുപാതികമായിരിക്കും അത് സംഭവിക്കുക. ഇത് നമ്മൾ ഈ ക്വാളിറ്റി സെലക്ഷനെ കുറിച്ചും ഒക്കെയുള്ള നമ്മൾ ഇതിനു മുമ്പുള്ള പാഠങ്ങളിൽ ഇതിന്റെ പല നിയമങ്ങളും അല്ലെങ്കിൽ അതിന്റെ പല പ്രതിഭാസങ്ങളെയും നമ്മൾ കണ്ടതാണ്. അപ്പോ ജീവശക്തി, പോഷണം, ഈ രണ്ട് കാര്യങ്ങളും എത്രത്തോളം ലഭ്യമാണോ ആ ലഭ്യമായതിന് ആനുപാതികമായിരിക്കും വളർച്ചയും പരിണാമവും എന്നുള്ളത്. ഇപ്പോ ചില കുട്ടികള് പ്യൂബർട്ടിയിലേക്ക് എത്തുന്നത്, ഈ യൗവനത്തിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ പ്രത്യുൽപാദനാവസ്ഥയിലേക്ക് എത്തുന്നത്
വളരെ നേരത്തെ ആയിരിക്കും. സാധാരണ ഒരു കുഞ്ഞിന് കിട്ടുന്ന ഒരു കുഞ്ഞിന് സംഭവിക്കുന്നതിനപ്പുറത്തേക്ക് ചിലർ വളരെ നേരത്തെ, ഇപ്പൊ 7 വയസ്സിലും 8 വയസ്സിലും ഒക്കെ പ്യൂബർട്ടിയിലേക്ക് എത്തുന്ന കുട്ടികളുണ്ട്. അതിന് കാരണമാകുന്നത് ആ കുട്ടിക്ക് ലഭിക്കുന്ന അപൂർവ പോഷകങ്ങളാണ്, അല്ലെങ്കിൽ അസന്തുലിതമായ അനുചിതമായ പോഷകങ്ങളാണ്. അത്തരത്തിലുള്ള പോഷകങ്ങളെ നമ്മൾ നിറയെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ജീവി വല്ലാതെ വളരും. പെട്ടെന്ന് വളരുന്ന സമയത്ത് അത് പെട്ടെന്ന് പരിണമിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന്റെ വളർച്ചയുടെ ഒരു വേഗം കൂടുതലായി വളർച്ച പൂർത്തീകരിച്ച് അതിന്റെ ധർമ്മം പൂർത്തീകരിച്ച് അതങ്ങ് തീർന്നു പോകും. എന്നുവെച്ചാൽ ആയുസ് പോലും ഇല്ലാതെയാവും. അപ്പോൾ എല്ലാത്തിനും ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ഉണ്ട്. ആ ഗ്രാജുവൽ ഗ്രോത്തിനനുസരിച്ചായിരിക്കും വളരുക. അപ്പോ അതിന്റെ അടിസ്ഥാന കാരണമായിട്ട് നമ്മൾ ഇവിടെ പറയുന്നത് ജീവശക്തിയും പോഷണവുമാണ്. ലഭ്യമായ ജീവശക്തിയുടെയും പോഷണത്തിന്റെയും പരിധിക്കപ്പുറത്തേക്ക് വികാസം സംഭവിക്കില്ല. ജീവശക്തി ജനറലി കുറവാണെന്നിരിക്കട്ടെ, ആ കുറവായിട്ടുള്ള കുഞ്ഞുങ്ങള് മെലിഞ്ഞിരിക്കും, വല്ലാതെ മെലിഞ്ഞിരിക്കും, പിന്നെ വല്ലാതെ ഇപ്പൊ ഉയരം വയ്ക്കില്ല, അതുപോലെ തന്നെ തടിക്കില്ല, പിന്നെ അവരുടെ ഒരു പ്യൂബർട്ടിയുടെ ഒക്കെ പീരീഡ് വളരെ വളരെ പതുക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ശരീരത്തിന് ഉണ്ടാകുന്നത് കൂടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് വേഗം കൂടിയാലും വേഗം കുറഞ്ഞാലും അത് ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ഗുണകരമായിരിക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആന്തരികമായ കരുത്തിനും പോഷണത്തിനും അനുസൃതമായിട്ടാണ് ഘടനയും പ്രവർത്തനങ്ങളും ക്രമമായി വികസിക്കുന്നത്. ഈ ആന്തരികമായ കരുത്ത് എന്ന് പറയുന്നത് ജീവശക്തിയുടെ പ്രകടനമാണ്. അതിനനുസരിച്ചാണ് അതിന്റെ ഘടന വികസിക്കുന്നത്, ശരീരഘടന വികസിക്കുന്നത്, അതിന്റെ പ്രവർത്തനങ്ങൾ വികസിക്കുന്നത്. പ്രവർത്തനങ്ങളുടെ വികാസത്തിലാണ് പരിണാമം ഉണ്ടാകുന്നത്. മാനസികമായിട്ടുള്ള വികാസം, അവയവങ്ങളുടെ ഡെവലപ്മെന്റ്, ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് മാറുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അപ്പൊ മാനസികമായിട്ടുള്ള പരിവർത്തനമാണ് ശരിക്കും പാകത്തിലേക്കും പക്വതയിലേക്കും ഒക്കെ നമ്മളെ എത്തിക്കുന്നത്. പക്ഷെ ചിലരിൽ അതും സംഭവിക്കില്ല. അപ്പോ ഇങ്ങനെയുള്ള ഒരു പരിവർത്തനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ മതിയായ ജീവശക്തിയും മതിയായ പോഷകങ്ങളും ഉണ്ടായിരിക്കണം. അപ്പോ ഇതിലെ പ്രധാന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ആനുപാതികമായിട്ടുള്ള വളർച്ചയാണ്. ശരീരം, മനസ്സ്, ശരീരധർമ്മങ്ങൾ നടപ്പിലാക്കാനുള്ള പ്രത്യേക അവയവങ്ങൾ, ഇപ്പോൾ പ്രത്യുൽപാദന അവയവങ്ങൾ പോലെയുള്ളവയുടെ ഇവയുടെ എല്ലാം ആനുപാതികമായിട്ടുള്ള ആ പ്രൊപ്പോർഷൻ നിലനിർത്തിക്കൊണ്ടുള്ള വളർച്ച എന്ന് പറയുന്നത് ഇതിന്റെ ഈ ലോ ഓഫ് ഡെവലപ്മെന്റിന്റെ ഒരു പ്രധാന ക്യാരക്ടറാണ്. പിന്നെ തുടർച്ച ഉണ്ടാവുക, ഒന്നിനു ശേഷം ഒന്നായിട്ടുള്ള തുടർച്ച ഉണ്ടാവുക. ഇപ്പൊ ചില കുട്ടികളെ സംബന്ധിച്ചോളം ശരീര വളർച്ച പെട്ടെന്നുണ്ടാവും, പക്ഷെ മാനസിക വളർച്ച ഉണ്ടാവില്ല. അപ്പൊ മാനസിക വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ശാരീരിക വളർച്ച വരുന്ന രീതിയിലാണ് അതിന്റെ തുടർച്ച ഉണ്ടാവുന്നത്. അപ്പോൾ അത് വികാസ നിയമത്തിന്റെ പ്രത്യേകതയാണ് ഈ തുടർച്ച എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രമബദ്ധമായ പുരോഗതി, ഒരു ക്രമം ഉണ്ടാവും, അതിന് ക്രമത്തിൽ ഊന്നിക്കൊണ്ടുള്ള പുരോഗതിയായിരിക്കും ശരിയായ രീതിയിൽ വികാസ വിന്യാസം പാലിക്കുന്ന ഒരു ജീവിയിൽ ഉണ്ടാവുക. അത് തെറ്റായിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അതിപ്പോ ഉദാഹരണത്തിന് ഞാൻ പ്യൂബർട്ടി എന്ന് പറയുന്നതിന് എടുത്തെടുത്ത് പറയുന്നത് എങ്ങനെയാണ്, ഓർഗാനിക് ഗ്രോത്ത് അല്ലാതെ സഡൻ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ക്രമബദ്ധമായ പുരോഗതിയല്ല, അതിലെവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ളവയ്ക്ക് അകാലത്തുള്ള മരണം അല്ലെങ്കിൽ അകാലത്തുള്ള നാശം ഉണ്ടായി എന്ന് വരും. ഇതിപ്പോ ഒരു ശരീരത്തിന്റെ അല്ലെങ്കിൽ ജീവിയുടെ ജീവിതത്തിൽ മാത്രമല്ല ഉണ്ടാവുന്നത് കേട്ടോ. ഒരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ, ഒരു രാഷ്ട്രം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സൗഹൃദത്തെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വലുതായി പെട്ടെന്ന് വികസിക്കുന്ന ഒരു സാധനം അധികാലം നിലനിൽക്കില്ല, അത് പെട്ടെന്ന് പോയി എന്ന് വരും. അപ്പോ ജീവശക്തി കൂടുതലായിരിക്കുകയും പോഷണം കൃത്യമായി ലഭിക്കുകയും ചെയ്യുമ്പോൾ വികാസം സന്തുലിതമായിരിക്കും. ഇത് രണ്ടും ബാലൻസ്ഡ് ആവണം. അത് പോഷകങ്ങളും ജീവശക്തിയും. ജീവശക്തി കൂടുതലായിരിക്കുന്നത് എപ്പോഴാണ്? ശൈശവത്തിലാണ് ഏറ്റവും കൂടുതലായിരിക്കുക. അതിനുശേഷം ആണ് കൗമാരത്തിൽ. അപ്പൊ ഇതിനനുസരിച്ച് ഇങ്ങനെ ജീവശക്തി അല്പം കുറഞ്ഞു വരും. പക്ഷെ ജീവശക്തി കുറഞ്ഞു വന്നു കഴിഞ്ഞാലും അതിന്റെ ഒപ്റ്റിമം ലെവലിൽ എത്തുക എന്നുള്ളത്, അതിന്റെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് യൗവനകാലമാണ്. ആ യൗവനകാലത്ത് ശരീര വളർച്ചയുടെ ഏതാണ്ട് പുഷ്ടിപ്പിലേക്ക് എത്തുകയും അതിനുശേഷം അത് മാനസികമായിട്ടുള്ള വല്ലാത്തൊരു വികാസത്തിലേക്ക് തിരിയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഉള്ളത്. അപ്പൊ ഇത് ക്രമബദ്ധമായി നടക്കുന്ന ഒന്നാണ്. അത് പോഷണം കൃത്യമായിട്ട് ലഭിക്കുക
ജീവശക്തി കൂടുതലായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചേരുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു വികാസം ഉണ്ടാവുന്നത്. അതിനാണ് സന്തുലിതമായിട്ടുള്ള വികാസം എന്ന് പറയുക. ഈ ജീവശക്തി കുറയുമ്പോൾ വളർച്ച മന്ദഗതിയിലാവും. ചിലരുണ്ട് ചെറുതായിരിക്കുന്ന സമയത്ത് ബാല്യത്തിലൊക്കെ ചിലപ്പോൾ സാധാരണ രീതിയിൽ വളരുന്നതായിട്ട് തോന്നും. കുറച്ച് കഴിയുമ്പോൾ വളർച്ച എങ്ങനെ നിൽക്കും. അത് ജീവശക്തിയുടെ കുറവ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പോഷകത്തിന്റെ കുറവ് ഒരു ഘടകമാണ്. ജീവശക്തി വല്ലാതെ കുറയുകയാണെങ്കിൽ അത് വൈകല്യമുള്ള ഒരു രീതിയിലേക്ക് മാറുകയൊക്കെ ചെയ്യാം. ബൗദ്ധികമായിട്ടോ ശാരീരികമായിട്ടുള്ള വൈകല്യത്തിലേക്ക് ചെന്നെത്തുന്നതും കാണാൻ കഴിയും. ഈ ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യം മാതാപിതാക്കളുടെ ആരോഗ്യത്തെയും ജീവശക്തിയും ആശ്രയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ജീവിച്ചു വളരുന്ന ആളുകളുടെ മക്കൾക്ക് അതിന് അനുസരിച്ചുള്ള ശരീര വളർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് മാതാപിതാക്കൾ ഇപ്പോൾ സമൃദ്ധിയിൽ ജീവിക്കുന്ന ഒരു കുടുംബം, പാരമ്പര്യത്തോടുകൂടി സമൃദ്ധിയിൽ ജീവിക്കുന്ന ആളുകൾ, അവരുടെ പരമ്പരയിൽപ്പെട്ട ആളുകൾക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ശരീര വളർച്ച നല്ല പോലെ ഉണ്ടാവും, മാനസിക വളർച്ച നല്ല പോലെ ഉണ്ടാവും. ക്രമബദ്ധമായിട്ടായിരിക്കും കാര്യങ്ങൾ പോവുക. അവർക്കുണ്ടാവുന്ന രോഗങ്ങൾ എന്താ വെച്ചാൽ രജോ ഭക്ഷണം കഴിച്ച് ജീവിതശൈലി രോഗങ്ങൾ മാത്രമേ വരുള്ളൂ. അവർക്കല്ലാതെ വൈകല്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതേസമയം വീക്കായിട്ടുള്ള ചൈതന്യമുള്ള വീക്കായിട്ടുള്ള ജീവശക്തിയുള്ള ആളുകൾക്ക്, പോഷണക്കുറവുള്ള ആളുകളുടെ പരമ്പരയിൽപ്പെട്ട മക്കൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ശരീര വളർച്ച തുലവും കുറവായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ആ മറ്റേ ഡെവലപ്മെന്റിൽ, പരിണാമത്തിൽ അവർക്ക് ആ ഒരു ക്രമബദ്ധത ഉണ്ടാവില്ല. ചില പ്രത്യേക പ്രായമാകുമ്പോൾ ചിലത് നടക്കും. അതിനു മുമ്പ് വികസിക്കേണ്ട പലതും വികസിച്ചിട്ടുണ്ടാവില്ല. അപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ പ്യൂബർട്ടിയുടെ ഒരു കാര്യം, പ്യൂബർട്ടിയുടെ ഒരു കാലത്ത് ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചോളം ശരീരത്തില് പുഷ്പിണിയാകുന്ന ഒരു കാലമാകുമ്പോൾ ഗർഭപാത്രവും മാറിടങ്ങളും എല്ലാം കൃത്യമായിട്ട് വികസിക്കേണ്ടതാണ്. പക്ഷെ ഇതൊന്നും അതിനു മുമ്പേ ആവശ്യത്തിന് വികസിക്കാതെ ആ സമയമാകുമ്പോൾ പ്യൂബർട്ടിയിലേക്ക് തിരിയലും, അത് കാലഘട്ടത്തിനനുസരിച്ചുള്ള പ്യൂബർട്ടിയിലേക്ക് തിരിയലും, പിന്നെ അത് ഗർഭം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ധർമ്മപരമായിട്ട് നീങ്ങുകയും ചെയ്യുന്ന സമയത്ത് അതിന് ആവശ്യമായിട്ടുള്ളത് പലതും ശരീരത്തിൽ ഉണ്ടായി വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവരുടെ കുഞ്ഞുങ്ങളെ പിന്നീട് ഒരു ആരോഗ്യക്കുറവോടുകൂടി വളർച്ച പൂർത്തീകരിക്കാതെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യം മാതാപിതാക്കളുടെ ആരോഗ്യത്തെയും ജീവശക്തിയെ ആശ്രയിച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ്. സാവധാനത്തിലുള്ള വളർച്ച, അവയവങ്ങളുടെ ബലഹീനത, സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കുറഞ്ഞ ശേഷി എന്നിവ ഈ നിയമത്തിന്റെ പ്രകടനങ്ങളാണ്. ഈ അലർജിക് ആയിട്ടുള്ള ആളുകള്, അതുപോലെ ഈ പ്രതിരോധ ശേഷി കുറഞ്ഞു എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകള്, ഇങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ഈ പോഷകക്കുറവിന്റെ പ്രശ്നം നമുക്ക് കൃത്യമായിട്ട് കാണാം. പോഷകക്കുറവിന്റെയും ജീവശക്തിയുടെയും പ്രശ്നം നമുക്ക് നല്ലപോലെ കാണാൻ കഴിയും. അപ്പോൾ അവർക്ക് വളർച്ച വളരെ സ്ലോ ആയിരിക്കും, അവയവങ്ങൾക്ക് ബലഹീനമായിരിക്കും, ചുറ്റുപാടുമായിട്ട് പൊരുത്തപ്പെടാൻ അവർക്ക് കഴിയണമെന്നില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ നിയമത്തിന്റെ പ്രകടനങ്ങളാണ്, ഇതിന്റെ പ്രതിഭാസങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ജീവശക്തിയും പോഷണവും മെച്ചപ്പെടുത്തുമ്പോൾ സന്തുലിതാവസ്ഥയിലേക്ക് തിരികെ വരുന്നു. ഈ ചെറിയ കാലത്ത് ഇതൊന്നും കിട്ടാതെ പോവുകയും ഒരു പ്രത്യേക സമയം എത്തുമ്പോൾ ഇതിലേക്ക് നല്ല പോഷണത്തിലേക്ക് ചെന്നെത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവര് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ മാനസികമായിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ചില ആളുകൾ പഠനകാലത്തും ചെറിയ കാലത്തും ഒക്കെ വണ്ണം കുറഞ്ഞും ശോഷിച്ചും ഒക്കെ ഉണ്ടാവുകയും പിന്നീട് അവർക്ക് നല്ല തൊഴിലും നല്ല ജീവിത സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായി, വരുമാനവും ഒക്കെ ഉണ്ടായി, പോഷകങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിലേക്ക് എത്തുന്ന സമയത്ത് പെട്ടെന്ന് പിന്നെ ശരീരത്തിന് പുഷ്ടി ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഗവൺമെന്റ് ജോലി കിട്ടുന്ന ആളുകൾ അതുവരെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് വളരെ ചെറിയ വീട്ടിൽ ജീവിച്ച് വളരെ ചെറിയ സാഹചര്യങ്ങളിലുള്ള ഭക്ഷണം കഴിച്ച് വളരെ ചെറിയ സാമ്പത്തിക സുരക്ഷ ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ഒരു ഗവൺമെന്റ് ജോലി കിട്ടി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവര് ശരീര വളർച്ച പിന്നെ ഉണ്ടാവില്ല, ശരീരത്തിന്റെ ആ മുകളിലേക്കുള്ള ഗ്രോത്ത് ഉണ്ടാവില്ല, പകരം ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവും. അവർക്ക് ഇങ്ങനെ മിനിമിനിപ്പെട്ടാവും, പോഷകങ്ങൾ നല്ലപോലെ കിട്ടുന്ന പോലെ ഉണ്ടാവും. കാരണം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെയുള്ള പോഷണവും ഒക്കെ അവർക്ക് കിട്ടും. മാനസികമായിട്ട് ഉള്ള ആ ഒരു തളർച്ച ഇല്ലാതാവുന്ന സമയത്ത്, മെന്റൽ സെക്യൂരിറ്റി, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാവുന്ന സമയത്ത് ജീവശക്തിക്ക് അനുചിതമായ ചെലവ് ഉണ്ടാവില്ല. ആ സമയത്ത് അത് ശരീരത്തെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ആ സമയത്ത് ആളുകൾ നല്ലപോലെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഈ
മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും എല്ലാം തന്നെ ഇതിനെ ബാധിക്കുന്നുണ്ട്. ജീവശക്തിയും പോഷണമാണ് ഇതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. അവ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു, അവ എങ്ങനെ ഗൈഡ് ചെയ്യപ്പെടുന്നു, ചാനലൈസ് ചെയ്യപ്പെടുന്നു എന്നതിനനുസരിച്ചാണ് ഒരു ജീവിയുടെ വികാസം ഉണ്ടാവുക. അപ്പോ ഈ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് ജീവശക്തി എന്നുള്ളത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയും ശരിയായ പോഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് പ്രകൃതി പറഞ്ഞിട്ടുള്ള, ജീവൻ പറഞ്ഞിട്ടുള്ള രീതിയിൽ വികാസത്തിലൂടെ പോവുക. അത് നമ്മൾ എത്ര പ്രായമായാലും ശരി, അപ്പോഴും നമുക്കൊരു വികാസം പറഞ്ഞിട്ടുണ്ട്. ആ വികാസത്തിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഇവ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, രോഗശമനത്തിന്റെ കാര്യത്തിൽ ഇത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. രോഗശമനം ഉണ്ടാകണമെങ്കിൽ, രോഗമുണ്ടാകുന്നതിന് ശേഷം രോഗശമനം ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ഉചിതമായ പോഷണവും ഉചിതമായ ജീവശക്തിയും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ രോഗങ്ങളിൽ നിന്ന് റിക്കവറി പോലും ഉണ്ടാവുക. അത് എന്ത് രോഗമായിക്കോട്ടെ, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ, മരണാത്മക രോഗങ്ങളാണെങ്കിൽ പോലും ശരിയായ പോഷണവും ശരിയായ ജീവശക്തിയും ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ക്യാൻസർ വന്ന് മരിക്കും എന്നുള്ള ഒരു നോളജ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മരണത്തിലേക്ക് ചെന്നെത്തുന്ന മിക്കവാറും അത് ശുഭീകരിക്കാനുള്ള, ശരീരത്തിന്റെ ആ കേടുപാട് മാറ്റി ശമനം ചെയ്ത് കൊണ്ടുപോകുവാനുള്ള ജീവശക്തി മാനസികമായി നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അത് പിന്നെ സംഭവിക്കാതെ പോകുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള മരണാത്മക രോഗങ്ങളിലേക്ക് എത്തുന്ന ആളുകൾ സന്തോഷത്തിലേക്ക് തിരികെ വരികയാണെങ്കിൽ, സന്തോഷത്തെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതുപോലെ നല്ല പോഷണം കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ അവരെ അതിൽ നിന്ന് സമ്പൂർണമായിട്ടും റിട്രീവ് ചെയ്തെടുക്കാൻ നമുക്ക് കഴിയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നിരീക്ഷിക്കേണ്ടത് നിങ്ങളാണ്. അത് നിരീക്ഷിക്കുക, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.